സുവിശേഷം. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉപകർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവന്റെ കീർത്തി നാടെങ്ങും പരത്തി. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയിലില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവേൻ. ഇന്നത്തെ സുവിശേഷത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, 2 അന്ധന്മാരെ ഈശോ സുഖപ്പെടുത്തുന്നു. മറ്റൊന്നൊരു ബധിരനെ സുഖപ്പെടുത്തുന്നു. മൂന്നാമത് തൻ്റെ ചുറ്റും തടിച്ചു കൂടുന്ന ജനക്കൂട്ടത്തെ കണ്ടിട്ട് ഈശോയ്ക്ക് സഹതാപം തോന്നി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ കൂടുതൽ ഇടയന്മാരെ അയക്കുവാനായിട്ട് ഈശോ പ്രാർത്ഥിക്കുന്നു. അതിനായി ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു. ഇവിടെ ആദ്യത്തെ ഭാഗത്ത് 2 അന്ധന്മാർ ഈശോയെ സമീപിക്കുന്നു. 2 പേര് ഒന്നിച്ചുകൂടി കമ്പനിയായി നടക്കാൻ കാരണം ഒരുപക്ഷെ മറ്റുള്ളവരെല്ലാം അവരെ അവഗണിക്കുന്നു, അവരെ വെറുക്കുന്നു, അവർക്ക് വേണ്ടത്ര സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് പരസ്പരം താങ്ങും തണലുമായി അവർ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. എന്നാൽ അവർ അറിഞ്ഞു, ഇതാ ഒരു അത്ഭുത പ്രവർത്തകനായ വ്യക്തി വന്നിരിക്കുന്നു. അദ്ദേഹം മറ്റാരും ചെയ്യാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇവൻ തന്നെയായിരിക്കും മിശിഹ. മിശിഹായെ കുറിച്ച് ഉള്ള സങ്കല്പം അനുസരിച്ച് അവൻ ദാവീദിന്റെ വംശാവലിയിൽ നിന്നാണ് വരേണ്ടത്, പ്രധാന പുരോഹിതൻ അഹ്റോന്റെയും. അതുകൊണ്ടാണ് യഹൂദന്മാര് ഇങ്ങനെയുള്ള ആളുകളുടെ ജീനിയോളജി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. ആ ജീനിയോളജിയിലുള്ളവരെ മാത്രമേ അവര് യഹൂദന്മാരുടെ രാജാവായിട്ടോ അല്ലെങ്കിൽ യഹൂദന്മാരുടെ പ്രധാന ആചാര്യനായിട്ടോ പരിഗണിച്ചിരുന്നുള്ളൂ. ഇതുകൊണ്ട് ദാവീദിന്റെ പുത്ര എന്ന് അവർ ഈശോ താങ്കളുടെ സമീപത്ത് വരുമ്പോൾ അഭിസംബോധന ചെയ്യുന്നത് ഇവൻ മിശിഹായാണ് എന്ന് അവര് ഏറ്റുപറയുകയാണ്. അവരോട് പറയുന്നു, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന്. എന്നാൽ വേദപണ്ഡിതന്മാരായിരുന്ന നിയമജ്ഞന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ യഹൂദ പ്രമാണിമാരായ ഫരിസേയരുണ്ടായിരുന്നു, പുരോഹിത പ്രമാണികളുണ്ടായിരുന്നു. അവർക്ക് ആർക്കും ദാവീദിന്റെ പുത്ര എന്ന് പറഞ്ഞ് ഈശോയെ അംഗീകരിക്കുവാൻ സാധിച്ചില്ല. അവർക്കെല്ലാം ആത്മീയമായ അന്ധതയായിരുന്നുവെങ്കിൽ ഈ അന്ധരായ ശാരീരികമായ അന്ധതയുണ്ടായിരുന്ന ഇവർക്കോ ആത്മീയമായ പ്രകാശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ദാവീദിന്റെ പുത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും പണം തരണമേ എന്നല്ല, ഞങ്ങളിൽ കനിയണമേ എന്നാണ്. നിനക്കറിയാൻ ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്, അത് ഞങ്ങൾക്ക് നൽകണമേ എന്ന്. എന്നാൽ ഈശോയുടെ പ്രതികരണം അല്പം അവഗണനയായിട്ട് നാം കാണുക. ഉടനെ തന്നെ ഈശോ അവരെ സുഖപ്പെടുത്തുകയില്ല. ഈശോ മനസ്സിലാക്കി അവർക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ആ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി ഈശോ മുന്നോട്ട് നടന്നു പോവുകയാണ്, അവരെ പരിഗണിക്കാതെ. ചിലപ്പോഴൊക്കെ നമ്മളും ഈശോയോട് പല കാര്യങ്ങളും അപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ അവഗണിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തോട്, സഭയോട്, മറ്റുള്ളവർക്ക് വേണ്ടി സഹായം കൊടുത്തുകൊണ്ടും ഒക്കെ സഹകരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ചോദിക്കുമ്പോഴേ ദൈവം എന്തുകൊണ്ട് തരുന്നില്ല? അതൊരു ഉത്തരമാണ് ഇവിടെ നാം കാണുക. ഇവര് വീണ്ടും ഈശോയെ പിന്തുടരുകയാണ്. അതിനുശേഷം ഈശോ ഒരു ഭവനത്തിൽ പ്രവേശിക്കുന്നു. ഒരുപക്ഷെ പത്രോസിന്റെ ഭവനത്തിലാകാം. അവിടെ പ്രവേശിക്കുമ്പോൾ അവർ വീണ്ടും ഈശോയോട് ഞങ്ങൾ കനിയണമേ എന്ന് ആവശ്യപ്പെടുകയാണ്.
അപ്പോഴാണ് ഈശോ അവരുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് ചെയ്തു തരുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വാസപ്രമാണം അവിശ്വാസം അവര് പ്രഖ്യാപിച്ചു കഴിയുമ്പോഴാണ് ഈശോ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചുകൊണ്ട് അവരെ സുഖപ്പെടുത്തുക. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴും പല ജപമാലയും കർമ്മബന്ധിയും ഒക്കെ ചെല്ലുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നുണ്ട്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടും നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈശോ അവരുടെ കണ്ണുകളിൽ സ്പർശിക്കുകയാണ്. സ്പർശിക്കാതെ തന്നെ ഈശോയ്ക്ക് സുഖപ്പെടുത്തുവാൻ പറ്റും. പക്ഷേ ഈശോയ്ക്ക് അവരോടുള്ള ആ വാത്സല്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുക. എന്നാൽ ഈശോ പറയുന്നുണ്ട്, ഇനി ഇത് നിങ്ങൾ ആരോടും പറയരുത്. കാരണം അതിന് സുഖപ്പെടുത്തി കഴിയുമ്പോൾ അത് ഈശോ രക്ഷകനാണ് എന്ന് ജനം തിരിച്ചറിയുന്നതാണ്. എന്നാൽ ഈശോയുടെ സമയം ഇനിയുമായിട്ടില്ല. ഈശോയുടെ സമയം അല്ലെങ്കിൽ ആ മണിക്കൂർ എന്ന് പറയുന്നത് കുരിശുമരണത്തിന്റെ സമയമാണ്. എന്നാൽ അതിനു മുമ്പ് ഈശോയ്ക്ക് പല ദൗത്യം നിർവഹിക്കുവാനുണ്ട്. താൻ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തു എന്ന് അറിയുമ്പോൾ തന്നെ പരിസേനയും നിയമകനെയും പോലുള്ളവരെല്ലാം തന്നെ കൊല്ലുവാനായിട്ട് തിരക്ക് കൂട്ടുമെന്ന് ഈശോയ്ക്ക് അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മളോട് തന്നെ ചോദിക്കുന്നത്, ദൈവം നമുക്ക് ശാരീരികമായ പ്രകാശം തന്നിട്ടുണ്ട്. നമ്മൾ അന്ധരാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ദുരിതപൂർണമായിരിക്കും. എന്നാൽ അതിനേക്കാൾ ദുരിതപൂർണമാണ് നമ്മുടെ ആത്മീയമായ അന്ധത. അതായത് നമ്മൾ ദൈവവിശ്വാസത്തിൽ നിന്നും വിരുദ്ധമായിട്ട്, സഭയ്ക്ക് വിരുദ്ധമായിട്ട് നമ്മൾ കാണുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയമായ അന്ധതയിലാണ്. അത് ചെന്ന് അവസാനിപ്പിക്കുന്നത് മരണാനന്തര ജീവിതത്തില് നിത്യ ശിക്ഷയിലേക്കാണ്. സ്വർഗ്ഗരാജ്യം അനുഭവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആത്മീയമായ പ്രകാശം നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ 12ാം ക്ലാസ് വരെ ഇവിടെ വേദപാഠം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ആത്മീയമായ പ്രകാശത്തിലേക്കാണോ അന്ധതയിലേക്കാണോ പോകുന്നത് എന്ന് നമ്മൾ വിലയിരുത്തണം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൽകുന്നത്? നമ്മൾ സൗഭാഗ്യകരമായ ജീവിതം അവർക്ക് നൽകുന്നുണ്ട്. എന്നാൽ നമുക്ക് ആത്മീയമായ ആ പ്രകാശം നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെയും നമ്മൾ പരാജയപ്പെടുകയാണ്. ഇത് രണ്ടാമത്തെ ഘട്ടത്തില് തുടർന്ന് ഈശോയുടെ അടുക്കലേക്ക് ഏതാനും ആളുകൾ ഊമനായ ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ ഊമനായ മനുഷ്യൻ ഈശോയുടെ അടുക്കലേക്ക് വരുന്നില്ല. അന്ധരായ മനുഷ്യർക്ക് പിശാചുബാധയില്ല. അതുകൊണ്ട് അവർ സ്വയം ഈശോയുടെ അടുക്കൽ വരുന്നു. എന്നാൽ പിശാച് സ്വാധീനം ഉള്ളവന് അവന് ഈശോയുടെ അടുക്കലേക്ക് വരികയില്ല. കാരണം പിശാച് ഒരിക്കലും അവനെ അങ്ങോട്ട് നയിക്കുകയില്ല. അതുകൊണ്ടാണ് ഏതാനും ആളുകൾ അവനെ നിർബന്ധിച്ച് ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈശോ അവരോടൊന്നും ചോദിക്കുന്നില്ല. കാരണം ചോദിച്ചാൽ അവന് ഉത്തരം പറയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈശോ അവനെ സുഖപ്പെടുത്തുകയാണ്. സുഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ സംസാരിക്കുവാൻ തുടങ്ങുന്നു. കാരണം അവനിൽ ഉണ്ടായിരുന്ന ആ പിശാചിന്റെ സ്വാധീനം മാറിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അവൻ നന്മ പ്രസംഗിച്ചവനായിരിക്കാം. അവനെ നിശബ്ദനാക്കുവാനായിട്ട് പിശാചിന് കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചും നമ്മളെ ചിലപ്പോൾ മറ്റുള്ളവർ നിശബ്ദരാക്കും. നമ്മുടെ കുടുംബാംഗങ്ങളാകാം, നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള നമ്മളുടെ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ സ്വാധീനമാകാം നന്മ പറയുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. അതുപോലെ തന്നെ സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി വചനം അവതരിപ്പിക്കുന്നതിൽ നമ്മളെ പിന്തിരിപ്പിക്കും. അതുകൊണ്ട് തന്നെ പല ആളുകളും ഒരു സജീവമായ പ്രവർത്തനമില്ലാതെ എന്നും വരട്ടെ, വരുന്നതിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് നീങ്ങാമെന്ന് പറയും. അങ്ങനെയുള്ള ഒരു സഭയാണ് ലവോദിക്കയിലെ സഭയെ കുറിച്ച് വെളിപാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പാത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ സുവിശേഷകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമാണ്. ലവോദിക്കയിലെ സഭയോട് നിങ്ങൾ പറയണം, നിങ്ങൾക്ക് ചൂടുമില്ല തണുപ്പുമില്ല, നിങ്ങളൊരു വക ലൂക്കുവാമാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. കാരണം നിങ്ങളൊരു ഗുണമില്ലാത്തവരാണ്. നിങ്ങൾ നന്മയും ചെയ്യുന്നില്ല, തിന്മയും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും നമ്മളുടെ ഇടയിൽ ഭൂരിപക്ഷവും ഉള്ളത്. അതുകൊണ്ട് നമ്മളുടെ ഇനാക്ടിവിറ്റി അത് നമ്മളുടെ ദൈവത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് നമുക്ക് നന്മ ചെയ്യുവാനായിട്ട് ദൈവം നമുക്ക് അവസരം തരികയാണ്. അത് പരിമിതമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ നമ്മൾ നിശബ്ദരാകാതെ, നിഷ്ക്രിയരാകാതെ നന്മ പ്രവർത്തികൾ ചെയ്യുന്നവരാകുവാൻ, ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാകുവാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ഒരു ഊമനായ മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫരിസേയൻ എന്താണ് ചെയ്തത്? ചില ആളുകൾക്ക് ഈ ദോഷ എതിർക്കുകളാണ്. എപ്പോഴും എവിടെയാണ് കുറ്റം ആരോപിക്കേണ്ടത്,
എന്ന് നോക്കി നടക്കുന്ന, പ്രത്യേകിച്ച് നന്മ ചെയ്യുന്ന ആളുകളെ പറ്റി, നന്മ ചെയ്യുന്നവരെ കുറിച്ചേ ഉള്ളൂ വിമർശിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ ഫരിസേയർ പറയുകയാണ്, ഇവൻ പിശാചുക്കളെ കുറിച്ച്, പിശാചുക്കളുടെ തലവനെ കൊണ്ട് അവന്റെ ശക്തി ഉപയോഗിച്ചാണ് ഇവൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുപോലെ ഈശോയുടെ മേൽ നന്മ പ്രവർത്തിക്കുമ്പോഴും ഈശോയെ കുറ്റപ്പെടുത്തുവാൻ അവർ ശ്രമിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് ഈശോ നിരാശനാകുന്നില്ല, മറിച്ച് ഈശോ തന്റെ പ്രവർത്തനം തുടരുകയാണ്. നമ്മൾ ഏത് രീതിയിലാണ് മറ്റുള്ളവരെ കാണുക? നമുക്ക് നന്മ കാണുന്നവരാകാം, തിന്മ കാണുന്നവരാകാം, നന്മ ചെയ്യുന്നവരാകാം, തിന്മ പ്രവർത്തിക്കുന്നവരാകാം, നന്മ ചെയ്യുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നവരും അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നവരുമാകാം. ഇനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ ഈ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ കണ്ട് ഈശോ സെൽഫൂമിൽ പോയി പ്രസംഗിക്കുന്നു. ധാരാളം ആളുകൾക്ക് സുഖം നൽകുമ്പോൾ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് വളരെ ദൂരം യാത്ര ചെയ്ത് ഈ ആളുകളെല്ലാം ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. ഈശോയ്ക്ക് 12 അപ്പസ്തലന്മാരുണ്ട്, 72 ശിഷ്യന്മാരുണ്ട്, അവരെ എല്ലാം നയിക്കുന്നുണ്ടെങ്കിലും ഈ ആളുകളെല്ലാം ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ ഈശോയ്ക്ക് അവരോട് സഹതാപം തോന്നുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സഹതാപം തോന്നുക എന്നത്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു ഹോംലെസ് ആയ ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു അന്ധനോ വിദൂരനുമായ ആളിനെ കാണുമ്പോൾ, ഒരു ഓട്ടിസമുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ, ശാരീരികമായ വൈകല്യമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് നിങ്ങളെ ഏൽപ്പിച്ചു തരുന്ന ഒരു രോഗിയെ കാണുമ്പോൾ, ആ രോഗിയുടെ മോശമായ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് ആ ആളുകളുടെ സഹതാപമാണോ വെറുപ്പാണോ തോന്നുന്നത്? വെറുപ്പാണ് തോന്നുന്നത് എങ്കിൽ പിശാചിന്റെ സ്വാധീനവും, ആ വ്യക്തിയോട് കരുണയാണ് തോന്നുന്നത് എങ്കിൽ, സഹതാപമാണ് തോന്നുന്നത് എങ്കിൽ അത് ദൈവികമായ സ്വാധീനവുമാണ് നമ്മളിലുള്ളത്. നമ്മളിൽ കുടികൊള്ളുന്നത് ഡോമിനന്റ് ആയിട്ടുള്ളത് പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ എന്ന് നമ്മൾ വിലയിരുത്തണം. നമ്മുടെ ജോലി സ്ഥലത്തും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും മറ്റുള്ളവരോടും, എന്റെ ജീവിത പങ്കാളിയോട് എനിക്ക് വെറുപ്പാണ് എങ്കിൽ അവിടെ അശുദ്ധാരൂപിയാണ് പ്രവർത്തിക്കുക. എന്റെ മക്കളോട് എനിക്ക് വെറുപ്പാണ് തോന്നുന്നത് എങ്കിൽ അതേ ദുഷ്ടാത്മാവാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുക. നമ്മുടെ ഇടവക സമൂഹത്തിലുള്ളവരോട് ആരോടെങ്കിലും വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ അശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഉണ്ടാവുക. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നന്മകളില്ലാത്ത മനുഷ്യരിൽ പോലും നന്മ കാണുവാനും അവരെ നന്മയിലേക്ക് നയിക്കുവാനും നമുക്ക് പ്രേരണയുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവായിരിക്കും നമ്മളിലൂടെ പ്രവർത്തിക്കുക. ഈശോ ആരെയും വെറുത്തില്ല. ഈശോ തന്നെ ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്ന യുദാസിനോട് പോലും അന്ത്യകാല വേളയിലും ഈശോ കരുണയോടെയാണ് പെരുമാറിയത്. കാരണം ഈശോയ്ക്ക് അറിയാം അവരാണ് തന്നെ ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്നത്. ഫരിസേയരോടും നിയമജ്ഞരോടും ഒക്കെ ഈശോ അവസാനം പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. അവിടെ ഈശോ പറയുകയാണ്, നിസ്സഹായരായ ആടുകളാണിവർ, ആടുകൾക്ക് ഇടയന്മാർ ആവശ്യമാണ്. അല്ലെങ്കിൽ അവർക്ക് പച്ചപ്പുൽത്തരടികൾ കാണുവാൻ, പ്രശാന്തമായ ജലാശയത്തിൽ കണ്ടെത്തുവാൻ, ശത്രുക്കളിൽ നിന്ന്, ചെന്നായ്ക്കളിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ, കള്ളന്മാരിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ അവർക്ക് ഇടയന്മാർ വേണം. അങ്ങനെയുള്ള ഇടയന്മാരെ പോലെ ഈ ദൈവജനത്തെ നയിക്കുവാനായിട്ട് കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകുവാൻ, അത് വൈദികരാകാം, സന്യസ്തരാകാം, അൽമായ പ്രേക്ഷിതരാകാം, കൂടുതൽ പേര് സഭാസേവനത്തിലൂടെ വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ധാരാളം പ്രവർത്തന മേഖലകളുണ്ട്, നന്മയുടേതായ പ്രവർത്തന മേഖലകൾ. ആ മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാനും അതിലേക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും നമുക്ക് ശ്രമിക്കാം.